നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാന്റെ പഞ്ചഗവ്യം ആടുന്നതിനെ കുറിച്ചാണ് കേട്ടോ. നാളെ 1-ാം തീയതിയാണ് വൃശ്ചികമാസം. ഇനി മണ്ഡലകാലം ആരംഭിക്കുകയാണ്. വളരെ കേമമായിട്ടാണ് ആഘോഷങ്ങളൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചഗവ്യം ആടുന്നതാണ്. ഇനി നാളെ മുതൽ 40 ദിവസമാണ് പഞ്ചഗവ്യം ആടുക. 41ാമത്തെ ദിവസം കളഭാട്ടം. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്താണ് പഞ്ചഗവ്യം, എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം അഭിഷേകം നടത്തുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്നത്. പിന്നെ ഒരു കഥ പറയുന്നുണ്ട്. ഭഗവാന്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സമാഗമം ഭാഗവതത്തിലെ 2-3 അധ്യായങ്ങൾ കൂടെ സ്മരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഭഗവാൻ ഒരു കുഞ്ഞികൃഷ്ണനായിട്ടാണ് കേട്ടോ പട്ടുകോണൊക്കെ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇടത്തെ കൈയിലെ പൊന്നോടക്കുഴയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, വലത്തെ കൈ അരയിൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഏകാദശി വിളക്കൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ചെമ്പൈ സംഗീതോത്സവമൊക്കെ ആരംഭിക്കാനായിട്ടും പോകുകയല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഒരുപാട് ഭക്തരല്ലേ കണ്ണനെ കാണാനായിട്ട് വരുന്നേ. ആ സന്തോഷം വേറെയുണ്ട്. അപ്പൊ നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശ്രീലകത്ത് ഈ ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഭഗവാനായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ആ കുഞ്ഞികൃഷ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് പഞ്ചഗവ്യത്തെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ മണ്ഡലകാലത്ത് മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് പഞ്ചഗവ്യം ആടുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതലേ, അതായത് നാളെ മുതലേ 40 ദിവസമാണ് ഭഗവാന് പഞ്ചഗവ്യം ആടുക. എന്നിട്ട് 41ാമത്തെ ദിവസമാണ് കളഭാട്ടം വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പഞ്ചഗവ്യം എന്ന് സംസാരിക്കാം കേട്ടോ. 5 തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പഞ്ചഗവ്യം തയ്യാറാക്കുക. അതായത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കൾ. ഒന്ന് പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം. ഇതൊക്കെ കൊണ്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഓരോന്നും ഇത്ര അളവുന്നുണ്ട്. പാല് ഇത്ര വേണം, തൈര് ഇത്ര വേണം, നെയ്യ് ഇത്ര, ചാണകം ഇത്ര, ഗോമൂത്രം ഇത്ര. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് തയ്യാറാക്കുന്ന ഒരു കുടത്തിലാണ് തയ്യാറാക്കുക. അതിനെയാണ് പഞ്ചഗവ്യം എന്ന് പറയാം. അത് ഭഗവാനെ ആടും. അങ്ങനെയാണ് പഞ്ചഗവ്യം ആടുക എന്ന് പറയുന്നത് കേട്ടോ. സാധാരണയായിട്ട് പന്തീരടിക്ക് ശേഷമാണ് പഞ്ചഗവ്യ അഭിഷേകം വരുന്നത്. അതിനുശേഷം ഒരു നവകം കൂടെ ഉണ്ടായിരിക്കും. കാരണം ഈ പാലിലും തൈരിലും വെണ്ണയിലും ഒക്കെ അഭിഷേകം ആയിട്ടാവില്ല ഭഗവാൻ നിൽക്കുന്നുണ്ടാകുക. അപ്പോൾ അതിനുശേഷം ഒന്ന് കുളിക്കണമല്ലോ. അപ്പോൾ അതിനുശേഷം ഒരു നവകം കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് 40 ദിവസമാണ് നടത്തുക. വൃശ്ചിക മാസം 1-ാം തീയതി മുതലേ 40 ദിവസമാണ് നടത്തുക. 41ാമത്തെ ദിവസമാണ് എന്നിട്ട് കളഭാട്ടം വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത് അതും കൂടെ നമുക്ക് പറയണല്ലോ. ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുമാത്രം സങ്കടങ്ങളുടെ പരാതിപ്പെട്ടികളൊക്കെയാണല്ലേ ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഭഗവാന് പരിഹരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിലെ വേണ്ടുവോളം ചൈതന്യം ഉണ്ടായിരിക്കണം. അപ്പൊ ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത്. അതേപോലെ തന്നെ ചൂടിനെ കുറയ്ക്കുക, അങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഈ പഞ്ചഗവ്യത്തിന് ഒരു പ്രത്യേകതയാണ്, തണുപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഭഗവാൻ ഇങ്ങനെ ചൂടായിട്ടാവില്ല വിഗ്രഹമൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനൊന്ന് തണുപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത്. പ്രധാനമായിട്ടും ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പഞ്ചഗവ്യം ആടിക്കഴിഞ്ഞിട്ട് അതിന്റെ പ്രസാദവും നമുക്ക് ലഭിക്കും. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പ്രസാദം ലഭിക്കുക കേട്ടോ. കൗണ്ടറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചഗവ്യത്തിന് പ്രസാദം നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നൽകും. ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ ഏതെങ്കിലും സൈഡിൽ നിന്നിട്ട് അവിടുന്ന് അകത്തെ കോയ്മ കുറേശ്ശെയായിട്ട് അതിൻ്റെ പ്രസാദം നൽകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്കത് സ്വീകരിക്കാം. അത് സേവിക്കുന്നതും വളരെ വളരെ നല്ലതാണ് കേട്ടോ. അതാണ് പഞ്ചഗവ്യത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ പഞ്ചഗവ്യം ആടിയിട്ടുള്ള ഭഗവാനെയാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാട്ടോ. നമ്മുടെ ഭഗവാൻ വിവാഹമൊക്കെ കഴിച്ചിട്ട് മുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ ആയിട്ടിരിക്കുന്ന ദ്വാരകയിൽ താമസിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഒരു സൂര്യഗ്രഹണം വന്നു. സൂര്യഗ്രഹണം വന്നപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഭാഗത്തിരിക്കുക, സമന്തപഞ്ചകത്തിന്റെ കരയിലിരിക്കാനാണ് ഭഗവാൻ തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവരെയും വിളിക്കണം. എപ്പോഴും അങ്ങനെയാണ്. ഗ്രഹണത്തിന്റെ സമയത്ത് ഭഗവാനെ ഭജിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ആണ് പണ്ടുള്ളവർ ഇരുന്നിരുന്നത്. വീടൊക്കെ പൂട്ടിയിട്ട് ഒരു തോർത്തുമുണ്ടും എടുത്തിട്ട് ഇറങ്ങും. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഗ്രഹണം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുക. 3 കുളിയൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കണത് കേട്ടോ. അതായത് രാവിലെ ഗ്രഹണത്തിന് മുന്നേ ഒരു കുളി ഉണ്ടായിരിക്കും, പിന്നെ മധ്യസമയത്ത്, പിന്നെ ഗ്രഹണത്തിന് ശേഷം. അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഗ്രഹണം കഴിഞ്ഞാൽ പറയൂലോ, ഗ്രഹണത്തിന്റെ സമയം കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും പോയിട്ട് കുളത്തിൽ കുളിക്കും. അതിന് മുന്നേ വന്നിട്ട് കുളമൊക്കെ പുണ്യാഹം ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഭഗവാന്മാർക്കും പുണ്യാഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ അഴിയിട്ടിട്ടിരിക്കുന്ന ശ്രീകോവിൽ ഉണ്ടാവുമല്ലോ, അവിടെ ഉള്ളവർക്കൊക്കെ പുണ്യാഹം, അതായത് കുളിയാണെന്നാ പറയുക നന്നായിട്ട്. കാരണം ആ ഒരു എന്താ പറയുക, സൂര്യഗ്രഹണത്തിന്റെ ഭാഗമായിട്ടുള്ള ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ശേഷമാണ് തിരികെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഈ ഗ്രഹണത്തിന്റെ സമയത്തൊന്നും ഭക്ഷണം പാചകം ചെയ്യാനോ കഴിക്കാനോ ഒന്നും പാടില്ല. ഭഗവാനെ സേവിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, അങ്ങനെയാണ് പതിവ്. അതേപോലെ തന്നെ ഭഗവാനും ഈ സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് എല്ലാവരെയും ഈ സമന്ത പഞ്ചകത്തിന്റെ കരയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. എല്ലാവരും വരുന്നുണ്ട്. അതായത് വൃന്ദാവനത്തിലുള്ളവർ വരുന്നുണ്ട്, ഭഗവാന്റെ തന്നെ ദ്വാരകയിലുള്ളവരുണ്ട്, ദുര്യോധനാദികളുണ്ട്, ഹസ്തിനപുരത്തുള്ളവർ, കുന്തിദേവി, പാണ്ഡവര് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് ഈ നദിയുടെ തീരത്ത് ഒരു 4 ദിവസമൊക്കെ താമസിക്കുന്നുണ്ടു. അപ്പോൾ അവിടെ അവർക്ക് താമസിക്കാനുള്ള ഈ ടെന്റ് പോലുള്ള സൗകര്യങ്ങൾ, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ പൊളിച്ചു മാറ്റേണ്ടതാ. അങ്ങനെ വലിയ ഉറപ്പിൽ അങ്ങനെ പണിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ എല്ലാവർക്കും സുഖമായിട്ട് സൗകര്യത്തോടു കൂടെ താമസിക്കാനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ സമന്ത പഞ്ചകത്തിന്റെ കരയിലേക്ക് വരികയാണ്. പരശുരാമൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടേക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടുകയാണ്. അങ്ങനെ എല്ലാവരും എത്തിയ സമയത്ത് ഓരോരുത്തരും അവരുടെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂലോ, ഇന്നാൾ വന്നിട്ടുണ്ടോ, ഇന്നാൾ വന്നിട്ടുണ്ടെന്നൊക്കെ. അതേപോലെ കുന്തിദേവി അന്വേഷിച്ച് വാസുദേവരെ കണ്ടു. അപ്പോൾ അനിയത്തിയാണ് കുന്തിദേവി, അച്ഛൻ പെങ്ങളെ എന്നാണ് ഭഗവാൻ വിളിക്കുക. അപ്പോൾ അനിയത്തിയും ജ്യേഷ്ഠനും കൂടെ എന്നിട്ട് സംസാരിക്കുകയാണ്. ഏട്ടാ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പരാതി പെട്ടികൾ അല്ലെങ്കിൽ പരിഭവങ്ങളൊക്കെ ഇങ്ങനെ പറയൂലോ, കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ടായിരിക്കും. അത് ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു, പാണ്ഡവരുണ്ടായി, പിന്നെ വനവാസക്കാലും ദ്രൗപദിയുടെ വിവാഹവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയാണ്. എല്ലാ ബുദ്ധിമുട്ടിലും രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വസുദേവർ പറഞ്ഞു, ശരിയാണ്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും എനിക്കൊന്ന് വന്ന് സഹായിക്കാനോ കാണാനോ ഒന്നും സാധിച്ചില്ല. കാരണം താൻ കാരാഗ്രഹത്തിലായിരുന്നു, കംസൻ തുറങ്കിൽ അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വരാനൊന്നും സാധിച്ചില്ല, മനഃപൂർവ്വമല്ല, എനിക്കത് പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ വാസുദേവരും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൃന്ദാവന നിവാസികളും വന്നിട്ടുണ്ടല്ലോ, നന്ദഗോപരും ഉണ്ട്, യശോദാമയും ഒക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് വസുദേവരെ ഇവർ രണ്ടുപേരെയും, നന്ദഗോപരെ മുന്നേയും കണ്ടിട്ടുണ്ട്, യശോദാമേനെ കണ്ടിട്ടില്ല, ദേവകിയമ്മയും കൂടെ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. രോഹിണിയമ്മ ഉണ്ട്. രോഹിണിയമ്മ ഓൾറെഡി വസുദേവരുടെ അടുത്തുണ്ട്. വേഗം ഓടി വന്നിട്ട് യശോദാമേനെ കെട്ടിപ്പിടിച്ചു. യശോദേ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുക. അപ്പോൾ ദേവകിയമ്മയും യശോദാമ്മയും പരസ്പരം കാണാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ചെയ്യുന്നത്, ഭഗവാനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ കുട്ടിയായിട്ടിരുന്ന സമയത്ത് ഭഗവാൻ ചെയ്ത എല്ലാ ബാലലീലകളും ഇരുന്ന് പറയാണ്. ഇതെല്ലാം കണ്ടത് രോഹിണിയമ്മ മാത്രമാണല്ലോ. അപ്പൊ കാണാത്തവർക്കായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. നന്ദഗോപുര വസുദേവർക്ക് കാണിച്ചു, നോക്കും എൻ്റെ മുതുകത്ത് ഈ പാട് കണ്ടോ, ഇതേ ഭഗവാൻ ആന കളിച്ചതാ, എൻ്റെ പുറത്ത് കയറിയിട്ടാണ് അവൻ ആന കളിക്കുക, എന്ത് ഇഷ്ടമെന്നറിയോ അവൻ ആന കളിക്കാനായിട്ട്. അങ്ങനെ നന്ദഗോപുര് പറയുന്നുണ്ട്. യശോദാമ്മയാണെങ്കിലോ ഭഗവാന്റെ കുറുമ്പിന്റെ കഥകൾ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞിരിക്കുക. ദേവകിയമ്മയ്ക്കും അതായത് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ സാധിച്ചില്ലല്ലോ. പക്ഷെ കൺമുന്നിൽ കാണുന്നത് പോലെയാണ് യശോദാമ്മ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. രോഹിണിയമ്മ ഉണ്ട് കേട്ടോ കൂടെ. അതായത് ഈ രാമന്റെയും കൃഷ്ണന്റെയും എല്ലാ അഹമ്മതികളും ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രസത്തോട് കൂടിയിട്ട് അവരത് പറയുന്നു, നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം അത് കേട്ടിരിക്കുന്നു, അതിൽ മുഴുകിയിരിക്കുന്നു ഭഗവാന്റെ ബാലലീലകൾ കൺമുന്നിൽ കണ്ടുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ വന്നു. ഭഗവാൻ വന്നപ്പോൾ നന്ദഗോപുരം യശോദാമ്മ ഇരിക്കുന്നു. ഇത്ര നാളുകൾക്ക് ശേഷമാണല്ലേ തൻ്റെ മകനെ കാണുന്നത്. അങ്ങനെ ഈ കുഞ്ഞായിട്ടാണ് കണ്ടത്. പിന്നെ ഇത്രയും വലുതായിട്ട് മുതുമുത്തശ്ശനൊക്കെ ആയിട്ടാണ് വന്നിരിക്കണതേ. എന്നിട്ടും എന്താ ചെയ്തത്, യശോദാമ്മ മകനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു, ആലിംഗനങ്ങൾ ചെയ്തു, ഉമ്മ കൊടുത്തു. ഭഗവാനെ മടിയിലിരുത്തി എന്നാ പറയുന്നത്. ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണോ, തൻ്റെ കുഞ്ഞു മകനെ എങ്ങനെയാണോ മടിയിലിരുത്തിയത്, അതേപോലെ തന്നെ ഭഗവാനെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പുത്രവാത്സല്യം കണ്ടിട്ട് യശോദാമ്മയ്ക്ക് പാൽ എന്നാണ് പറയണത്. അത്രത്തോളം സന്തോഷത്തോട് കൂടിയിട്ടാണ് തൻ്റെ മകനെ, ഈ വളർന്നു വലുതായ മകനെ മടിയിലിരുത്തിയത്. എന്നിട്ട് യശോദാമ്മ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നറിയോ? സാധാരണ എന്തൊക്കെ കൊണ്ടുവരാറുള്ളത്, തൈരുരുള, വെണ്ണ ഉരുള, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ വായിൽ സ്നേഹത്തോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കുട്ടികൾ വരുന്നത്.
അതായത് ഭഗവാൻ മുത്തശ്ശനായാലോ പേരക്കുട്ടികൾ വരികയാണ് ഇതൊക്കെ കാണാനായിട്ടേ. യശോദാമ്മയാണെങ്കിലോ കുറെ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഭഗവാന്റെ തന്നെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെ, കളിവണ്ടികളൊക്കെ കൊണ്ടുവന്നിരിക്കണേ. അത് ഈ കുട്ടികൾ കണ്ടു. ഹൈ നല്ല രസം, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടാ വരുന്നേ. കാരണം തന്റെ മുത്തശ്ശൻ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു പ്രത്യേക ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ. ഹായ് നല്ല രസം, മുത്തശ്ശന്റെ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവരതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ട് ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ദ്രൗപദി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭഗവാന്റെ പത്നിമാരൊക്കെ വന്നിട്ടുണ്ട്. 16,108 ഭാര്യമാരൊക്കെ ഉണ്ട്. അവരൊക്കെ നടുക്ക് ഇങ്ങനെ ഇരിക്കുക, ദ്രൗപദി നേതാവായിട്ട്. എന്നിട്ട് അവരോട് വിശേഷങ്ങൾ ചോദിക്കുക. എങ്ങനെ നിങ്ങളുടെ വിവാഹമൊക്കെ, ഇത് ഭഗവാനുമായിട്ടുള്ള വിവാഹം എങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് ചോദിക്കുന്നത്. സ്വന്തം വിവാഹത്തെ പറ്റിയിട്ടല്ല കേട്ടോ, ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ വിവാഹം നടന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. രുക്മിണി, സത്യഭാമ, അതേപോലെ ജാമ്പവതി, പിന്നെ ലക്ഷ്മണ, എല്ലാവരും ഉണ്ട്. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ലക്ഷ്മണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ പാഞ്ചാലി, നിന്റെ അർജുനനും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ലാക്ക് മുറിച്ചിട്ട് വേണമല്ലോ എന്റെ വിവാഹം കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു പരീക്ഷയാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. നിന്റെ വിവാഹം എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അർജുനൻ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിയെങ്കിലും കൂടെ അത് മുറിച്ചിടാനായിട്ട് സാധിച്ചില്ല. പിന്നെ എനിക്ക് ഭഗവാനെ വിവാഹം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. നമ്മൾ ആ കഥ പറയുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നത്. പിന്നെ നരകാസുരൻ ഞങ്ങളെല്ലാവരും പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ എന്നിട്ടാണ് ഭഗവാൻ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി 16,100 പേരും അത് പറഞ്ഞു. അപ്പോൾ സത്യഭാമ മാത്രം അങ്ങനെയൊന്നല്ല, താൻ ഭഗവാനെ ഇഷ്ടപ്പെട്ടിട്ടാണ്, തൻ്റെ ഒരാളുടെ കഴിവ് കൊണ്ടാണ് വിവാഹം നടത്തിയെന്നുള്ള രീതിയിൽ സത്യഭാമ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും വിവാഹ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഗോപന്മാർ വന്നു, അതായത് ഗോപാലന്മാർ വന്നിട്ട് അപ്പോൾ ഭഗവാനെ കാണുന്നുണ്ട് കേട്ടോ. തൻ്റെ കൂടെ ചെറുപ്പത്തിൽ കൈ ഇങ്ങനെ തോളത്തിട്ട് നടന്നിരുന്ന ആ കുഞ്ഞു കൃഷ്ണനല്ലേ ഇപ്പോൾ വലുതായിരിക്കണു. അപ്പോൾ അവരുടെയൊക്കെ വിവാഹവും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ, എങ്ങനെ പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് പോകണില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഭഗവാൻ ഗോപസ്ത്രീകളെ കണ്ടത്. ഗോപസ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന് എന്തൊരു ഇഷ്ടമാണല്ലേ അവരെ വേഗം അവരടുത്തേക്ക് പോയി അവരെ ഏകാന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉദ്ധവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭഗവാന്റെ ഈ ഒരു മുഖം കാണാനായിട്ട് സാധിക്കുമോ ഉദ്ധവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എങ്ങനെയാണോ അവർ ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹിച്ചത് അതേപോലെ ഭഗവാൻ അവരുടെ മുന്നിൽ നിന്നും അവർ ഭഗവാനെ കെട്ടിപ്പിടിച്ചു. അവരെങ്ങനെയാണോ ആ സ്നേഹം പണ്ട് പ്രകടിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഭഗവാന്റെ അടുത്ത് പ്രകടിപ്പിച്ചത്. അന്ന് ഉദ്ധവന്റെ അടുത്ത് ഈ ഗോപസ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായി പഠിച്ചിട്ടുള്ള ആളല്ലേ ഉദ്ധവൻ, എന്തെങ്കിലും ഒരു സൂത്രം ഭഗവാനെ മറക്കാനായിട്ടൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ച് അവർ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാനെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഭഗവാനെ ഞങ്ങൾ ഓർക്കാതിരുന്നാൽ അപ്പോൾ ഭഗവാൻ ഓർമ്മയായിട്ട് ഞങ്ങൾക്കുള്ളിലേക്ക് വരണം എന്നാണ് പറയണത്. അതായത് ഒരു നിമിഷം പോലും ഭഗവാനെ ഓർക്കാതിരിക്കരുത്, ഞങ്ങൾ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അവർ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ തങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനുള്ള അങ്ങേക്കുള്ള അർച്ചനയായിട്ട് അങ്ങ് സ്വീകരിക്കണം. എന്ത് തന്നെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്താലും അത് ഭഗവാനുള്ള അർച്ചനയാണ്. അതേപോലെ പലയിടത്തേക്ക് ഞങ്ങൾ നടന്നു പോകൂലോ, ആ എല്ലാ നടത്തങ്ങളും അങ്ങേക്കുള്ള പ്രദക്ഷിണമായിട്ടും കൂടെ അങ്ങെടുക്കണം. അങ്ങേക്ക് ചുറ്റും ഞങ്ങൾ പ്രദക്ഷിണം വയ്ക്കുകയാണെന്ന് അങ്ങ് കരുതണം എന്ന് ഈ ഗോപസ്ത്രീകൾ ഭഗവാന്റെ അടുത്ത് പറയാണ്. അങ്ങനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവരും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ, ഇത് ബാലലീലകളെല്ലാം സ്മരിച്ചുകൊണ്ട് നല്ലൊരു സത്സംഗമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ ഗോപസ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, വൃന്ദാവന നിവാസികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, അവർ ഭഗവാനെ സ്നേഹിച്ചതുപോലെ വേണം നമ്മൾ ഭഗവാനെ സ്നേഹിക്കാനായിട്ട്. അത്രയും വിശ്വാസമാണ് ഭഗവാന്റെ അടുത്ത് അവർക്ക്. എന്താണോ ഭഗവാൻ പറഞ്ഞത് അതാണ് അവർക്ക് കാര്യം. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ തന്നെ ആവണം എന്നാണ് പറയണത്. അയ്യോ ഭഗവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വരികയാണാവോ, സഹായിക്കുകയാണാവോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഭഗവാൻ സഹായിക്കും. ഭഗവാൻ വന്നിരിക്കുന്ന അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം എന്നാണ് പറയുക. അതാണ് ഗോപസ്ത്രീകളെ പോലെ ഭഗവാനെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ഈ ഗോപസ്ത്രീകൾ എങ്ങനെയായിരുന്നു ഭഗവാനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തുന്ന ആ ഒരു സമയത്ത് പർവ്വതം എടുത്തുയർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കുഴി ഉണ്ടാകുക അല്ലേ, മഴയൊക്കെ അല്ലേ പെയ്യുന്നത്. അപ്പോൾ ഈ കുഴിയിൽ സ്വാഭാവികമായിട്ടും വെള്ളം നിറയും. ഭഗവാൻ എന്താ പറഞ്ഞേ, പർവ്വതം എടുത്തു പൊക്കിയപ്പോൾ അതിന്റെ ചോട്ടിലേക്ക് കയറിന്നോളാൻ, ഈ കുഴിയിലേക്ക് ചാടുക ചെയ്തേ. അവരെന്താന്ന് പോലും ആലോചിച്ചില്ല. ഭഗവാൻ പറഞ്ഞു അങ്ങോട്ട് വന്നോളാന്, അവരവിടെ നിന്നു. അതേപോലെ തന്നെ അനുസരിക്കുക ചെയ്തേ. ഭഗവാൻ ഉണ്ടല്ലോ രക്ഷിക്കാനായിട്ട്. എന്നിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ തിരികെ അതവിടെ വെച്ചു അവരോട് ചുവട്ടിൽ നിന്ന് മാറാനായിട്ട് പറഞ്ഞു. സാധാരണ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ കുഴിയിൽ ആരെങ്കിലും ഇറങ്ങി നിൽക്കുമോ? പക്ഷെ ഗോപസ്ത്രീകൾ നിന്നു. അതാണ് അവർക്ക് ഭഗവാന്റെ അടുത്തുള്ള ഒരു വിശ്വാസം. അതേപോലെ തന്നെ ഭാണ്ഡീര വനത്തിൽ തീയിൽ പെട്ട ആ ഒരു സമയത്ത് ഗോപന്മാർ, കുട്ടികളെല്ലാവരും ഭഗവാനോട് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ കൃഷ്ണ എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കണ്ണടച്ച് നിന്നാ മതിയെന്ന്. കണ്ണടച്ച് നിന്നാ മതിയെന്ന് അവരോട് പറഞ്ഞേ. കാരണം അവർ വേറെ ഒന്നും ചിന്തിച്ചില്ല. സാധാരണ എങ്ങനെയാണ് ആളുകൾ ചെയ്യുക,
തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവന്നിട്ട് അത് കെടുത്താനായിട്ട് നോക്കും. അടുത്തില്ലെങ്കിലും ദൂരെ പോയിട്ട് വെള്ളം കൊണ്ടുവരും. അങ്ങനെയല്ലേ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ആ തീയിൽ പെടാതിരിക്കാനായിട്ട് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവരെന്താ ചെയ്തേ? ഭഗവാൻ പറഞ്ഞു കണ്ണടച്ച് നിന്നോളാം. ഇവർ കണ്ണടച്ച് നിന്നു. അതിലൊരു കുട്ടി ചോദിച്ചു, അല്ല അപ്പൊ പശുക്കളോ എന്ന്. പശുക്കൾക്ക് ഇത് ബാധകമല്ല എന്ന് ഭഗവാനും പറഞ്ഞു. അങ്ങനെ ആ വിശ്വാസത്തോട് കൂടിയിട്ട് അവരവിടെ നിൽക്കുക ചെയ്തത്. അവർക്കൊന്നും ബാധിച്ചില്ല, അഗ്നിയൊന്നും അവർക്ക് ബാധിക്കുകയും ചെയ്തില്ല. നന്ദഗോപുരം ഇങ്ങനെ തന്നെയാണ്. ഈ ഇന്ദ്രയാഗം നടത്തുന്നതിന് പകരം ഗോവർദ്ധനത്തിനെയാണ് യാഗം നടത്തേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. നന്ദഗോപുരം എന്താ ചെയ്തേ? അത് മതി. ഭഗവാൻ എന്താ പറഞ്ഞേ അതേപോലെ ചെയ്യാണ് ചെയ്തത്. അതായത് ഭഗവാന്റെ ഇഷ്ടമാണ് അവർ നോക്കുന്നത്. ഭഗവാൻ എന്താണോ നമുക്ക് നൽകുന്നത്, ഭഗവാൻ എന്താണോ പറയുന്നത്, അതേപോലെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം നമ്മൾ കൂടുതൽ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് കാട് കയറേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് വരുന്നെങ്കിൽ എന്താണെങ്കിലും അത് ഭഗവാന് സമർപ്പിക്കുക. പിന്നെ ഭഗവാൻ നോക്കിക്കോളും. വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ ആ സമർപ്പണമെങ്കിൽ ഭഗവാൻ അത് കാണാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഗോപസ്ത്രീകളെ ഉദാഹരണമായിട്ട് പറയുന്നത്, വൃന്ദാവന നിവാസികളെ ഉദാഹരണമായിട്ട് പറയുന്നത്. അവരെ ഭഗവാനെ സ്നേഹിച്ചതുപോലെ സേവിച്ചതുപോലെ വേണം നമ്മളെല്ലാവരും ഭഗവാനെ സ്നേഹിക്കാനായിട്ട്. അങ്ങനെ സൂര്യഗ്രഹണമൊക്കെ കഴിഞ്ഞു. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോകേണ്ട സമയമായല്ലോ. അപ്പോൾ എല്ലാവർക്കും സങ്കടമായി. കാരണം ഭഗവാനെ പിരിഞ്ഞു പോകാനായിട്ട് ആർക്കും ഇഷ്ടമല്ലേ. ആ സങ്കടം ഭഗവാൻ കണ്ടു. അപ്പോൾ ഭഗവാൻ വസുദേവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. വസുദേവര് ഉടനെ തന്നെ മഹർഷിമാരൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അതായത് സമന്തപഞ്ചകത്തിന്റെ അവിടെ താമസിക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിലും ഭഗവാനെ നമസ്കരിക്കാനായിട്ട് അവരങ്ങോട്ട് പോകുമ്പോഴേക്കും ഭഗവാൻ ഇങ്ങോട്ട് നമസ്കരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കും കൂടി നമസ്കരിക്കാനുള്ള സാവകാശം തരൂ ഭഗവാൻ എന്നൊക്കെ അവർ പറയുക. അത്രയും സന്തോഷകരമായിട്ടാണ് എല്ലാവരും ജീവിച്ചിരുന്നതേ. അപ്പോൾ പോകാനായിട്ട് എല്ലാവർക്കും വിഷമം. അങ്ങനെ വസുദേവരെ മഹർഷിമാരടുത്ത് വന്നിട്ട് ഒരു സംശയം ചോദിച്ചു. ഒരു സംശയമുണ്ട് മഹർഷി എന്ന് പറഞ്ഞു. എനിക്കൊരു കടം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഈ കടം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 തരത്തിൽ കടങ്ങളുണ്ട്. ഒന്ന് പിതൃകടം, പിന്നെ ഒന്ന് ഋഷികടം, പിന്നെ ഒന്നാണ് ദേവകടം. ഈ പിതൃകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ഋഷികടം എന്ന് പറഞ്ഞാൽ അതായത് വേദ പുസ്തകങ്ങൾ പാരായണം ചെയ്യുക, അത് പഠിപ്പിക്കുക, അത് പഠിക്കുക, അതേപോലെ തന്നെ പ്രചരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ദേവകടം എന്ന് പറഞ്ഞാൽ ഹോമങ്ങൾ യാഗങ്ങൾ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഈ വസുദേവർക്കാണെങ്കിൽ പിതൃകടമില്ല. കാരണം അങ്ങനെയുള്ള പിതൃകർമ്മങ്ങൾ എല്ലാതും ചിട്ടയായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. പിന്നെ ഋഷികടവും ഇല്ല. കാരണം വേദപുസ്തകങ്ങൾ പാരായണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്, അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇല്ല. ദേവകട ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം മഹർഷിമാർ പറഞ്ഞു ശരിയാണ് ദേവകട ഉണ്ടെന്ന്. മഹർഷിമാർ വിചാരിച്ചത് ഭഗവാന്റെ അച്ഛനായിട്ടിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചുല്ലോ. അപ്പോൾ ആ രീതിയിൽ ഭഗവാൻ ഒരു കടം ഈ വസുദേവരുടെ അടുത്തുണ്ടെന്നാണ് മഹർഷിമാർ ഉദ്ദേശിച്ചത്. വസുദേവർ വിചാരിച്ചു തനിക്കാണ് ഭഗവാന്റെ അടുത്ത് കടമുള്ളതെന്നും. എന്താണെങ്കിലും കടമുണ്ട്, അത് മാറാനായിട്ട് എന്ത് ചെയ്യണം? യാഗം നടത്തണം. അങ്ങനെ വേഗം വിളിച്ചു. കൃഷ്ണ രാമ എന്ന് 2 പേരെയും വിളിച്ചു. യാഗങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഭഗവാൻ അതും അനൗൺസ് ചെയ്തു കേട്ടോ. കാരണം ഇനിയിപ്പോൾ യാഗം നടക്കുന്നുണ്ട്, അതിലും കൂടെ പങ്കെടുത്തിട്ട് എല്ലാവരും തിരിച്ചു പോയാൽ മതി എന്ന്. കാരണം കുറച്ച് ദിവസം കൂടെ അവർക്ക് ഭഗവാന്റെ ഒപ്പം താമസിക്കാനായിട്ടുള്ള അവസരം ലഭിക്കാം. അപ്പോൾ അവരെ ഒന്നും കൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടറിഞ്ഞിട്ട് ഭഗവാൻ ചെയ്തു. അങ്ങനെ പിന്നെയും എല്ലാവർക്കും സന്തോഷമായി. യാഗം 1.5 മാസമൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായി തന്നെ അവർ ആചരിച്ചു. നന്നായി തന്നെ ഭഗവാന്റെ അടുത്ത് ചിലവഴിച്ചു. അപ്പോഴേക്കും സമയമൊക്കെ കഴിഞ്ഞു. പിന്നെയും മഴയൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സൗകര്യങ്ങളൊക്കെയാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. അതിങ്ങനെ ചോരാനും വെള്ളം വീഴാനൊക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇവർക്ക് തിരിച്ചു പോകണം. അങ്ങനെ രാജാക്കന്മാരെ വന്നവരെല്ലാവരും തിരിച്ചു പോകുകയാണ്. സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് കേട്ടോ. ഭഗവാന്റെ അടുത്ത് സമയം ചെലവഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരും ഭഗവാന് ഓരോരോ സമ്മാനങ്ങൾ, തിരിച്ചു പോകുന്ന സമയത്ത് വസ്തുക്കൾ ഓരോന്ന് കൊണ്ടു കൊടുക്കൂലോ, അതേപോലെ കൊടുക്കുന്നുണ്ട്. അവരെന്താ കൊടുത്തതെന്നറിയോ? അവരുടെ ഹൃദയമാണ് അവർ ഭഗവാന് കൊടുത്തത്. വൃന്ദാവന നിവാസികളും എല്ലാവരും അവരവരുടെ ഹൃദയം ഭഗവാനെ ഏൽപ്പിച്ചു. ഭഗവാനെ ഹൃദയം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമോ? എല്ലാം ഭഗവാന്റെ അടുത്തേക്കല്ലേ ഏൽപ്പിച്ചു വന്നിരിക്കുന്നേ. അതേപോലെ ആ ഹൃദയം, ആ മനസ്സ് അവർ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ സമന്ത പഞ്ചകത്തിൽ നിന്ന് തിരികെ പോകുന്നത്. അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ. പിന്നെ ഇന്ന് കനറ ബാങ്കിൻ്റെ വിളക്കാണ്, സമ്പൂർണ്ണ നെയ് വിളക്കാണ്. നല്ല തിരക്കാട്ടോ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം ചെമ്പൈ സംഗീതോത്സവം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതും കൂടെ കാണാനും ഉദ്ഘാടനങ്ങൾ കാണാനും അതെല്ലാം കണ്ട് ആസ്വദിക്കാനും പിന്നെ ഏകാദശി വിളക്കിലൊക്കെ പങ്കെടുക്കാനായിട്ട് ധാരാളം ഭക്തജനങ്ങളെ തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. കുറേ വിവാഹങ്ങളുണ്ട്.
അപ്പോൾ നല്ലൊരു തിരക്കാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. രാവിലത്തെ വിഷ്ണുവിൻ്റെ മെസ്സേജ് കേട്ടപ്പോഴും ചിത്രങ്ങളൊക്കെ കണ്ടപ്പോഴും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സൂചി കുത്താനിടല്ല കേട്ടോ. അത്രയേറെ ഭക്തജനങ്ങളാണ് ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും വരാട്ടോ ഗുരുവായൂർക്ക്. എല്ലാവരെയും ഞാനും കൂടെ ക്ഷണിക്കുകയാണ്. പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം 3,05,780 നാമങ്ങളാണ് ഭഗവാനെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.